ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുന്ന ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നുള്ളതാണ്. അവരുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ടോ, എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതുകൂടി നമുക്കറിയാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. The source, breakthrough, completion, playfulness, inner voice, thunderbolt, nothingness, integration, അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, നമ്മളൊരു കുന്നിനൊരു കുഴിയുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അതായത് ഈ ഒരു പേഴ്സൺ ഏതൊരു കാര്യത്തിന് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും എന്തോ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം മാറി ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് പോലെ തന്നെ അവരുടെ ലൈഫിൽ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോയിരുന്നതായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല വളരെ കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ടാവണം ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ. ഇവിടെയുള്ള എനർജീസിലെല്ലാം നമുക്ക് ആ ഒരു ഊർജം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത്രയും ആ ഒരു പേഴ്സൺ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന കാര്യം എങ്ങനെയാണോ അത് ഉയർന്നു വന്നത് അതുപോലെ തന്നെ കീഴേക്ക് പോയതായിട്ട് നമുക്ക് കാണാം. അതായത് വലിയൊരു തകർച്ച തന്നെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഉയരം കൂടി പോകും തോറും വീഴുമ്പോൾ അതിൻ്റെ ആ ഒരു വീഴ്ചയുടെ ആഘാതം കൂടും എന്ന് പറഞ്ഞ ഒരു അവസ്ഥ പോലെ തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ കാര്യം. ഇത് സെപ്പറേഷൻ ഫേസിലുള്ള വ്യക്തിയുടെ ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിത് രണ്ട് ആസ്പെക്റ്റിൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഒന്ന്, നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു പേഴ്സൺ അത്രയും പ്രതീക്ഷയോടുകൂടി കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതിനായിരിക്കാം ഈ ഒരു തകർച്ച സംഭവിച്ചിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ മറ്റേതെങ്കിലും അവർ പ്രയോറിറ്റി കൊടുത്തിരുന്നൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിലും അവരതിനകത്ത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വാല്യൂ കൊടുത്തിട്ടുള്ള ഒരു കാര്യത്തിനാണ് തകർച്ച സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ കാണാം. ചിലപ്പോൾ അത് മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ കരിയർ അതുപോലെയുള്ള മറ്റേതെങ്കിലും സംഗതികളായിരിക്കാം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള ഏതെങ്കിലും. ഇപ്പോൾ ഫിനാൻഷ്യലിയൊക്കെ ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാവാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഇവരുടെ പ്രതീക്ഷകൾ തകിടം മറിഞ്ഞതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പം അതിനകത്ത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പാണോ ഈ കയറി നിൽക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് ആറ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോഴാണ് ഇത് നിങ്ങൾ തന്നെയായിരുന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ മറ്റേതെങ്കിലും പ്രാധാന്യം കൊടുത്തിട്ടുള്ള കാര്യത്തിനാണോ തകർച്ച സംഭവിച്ചത് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി വളരെ കാര്യമായിട്ട് തന്നെ ഒരു തകർന്നു പോയിട്ടുള്ളൊരു മാനസികാവസ്ഥയിലാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന പോലെ തന്നെ ആ ഒരു പേഴ്സൺ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഏത് കാര്യത്തിലാണല്ലോ ഇൻവോൾവ് ആയിട്ടുള്ളത് അതിൽ വളരെയധികം ആ ഒരു എൻജോയ് ചെയ്ത് വന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ആ ഒരു തകർച്ച സംഭവിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു നത്തിങ്നെസ് എനർജിയാണ്. ദാറ്റ് മീൻസ് ഇരുട്ട്, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് എന്ന് പോലും അറിയാൻ കഴിയാതെ പകച്ചു പോകുമെന്ന് പറയില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാം.
മാത്രമല്ല തീർച്ചയായിട്ടും അവരവരുടെ ലൈഫ് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ കുറച്ചുകൂടി ലൈഫ് എന്താണ് എന്ന് പഠിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു സമയത്തായിരിക്കാം. കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പതനത്തിൽ നിന്ന് കരകയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ടും അവർ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ആയിട്ട് അറിയാം. സിക്സ് ഓഫ് കപ്സ്, ഡെത്ത്, ഫൂൾ, ജസ്റ്റിസ്, എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ലവ്, ടെൻ ഓഫ് വാൻഡ്സ്, സെവൻ ഓഫ് പെൻറ്റക്കിൾസ്, ഫൈവ് ഓഫ് വാൻഡ്സ്, hermit, princess of cups, four of cups, hierophant, ace of cups, two of pentacles, nine of pentacles, lovers. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് എനർജി തന്നെ ആ ഒരു പാസ്റ്റ് കണക്ഷനാണ് കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ റീകളക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മെമ്മറീസ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുള്ളതായിട്ട് നമുക്ക് കാണാം. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരവസ്ഥയിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് സെപ്പറേഷൻ ഫേസ് അല്ലെങ്കിൽ അകന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു അകൽച്ചയും കാര്യങ്ങളും നിസ്സാരമായിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് ഉണ്ടായതായിരിക്കില്ല. കാരണം ഇപ്പോൾ ചില റിലേഷൻഷിപ്പിൽ അകൽച്ച എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് കൊണ്ട് ഉണ്ടാവാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു സൗന്ദര്യപ്പണക്കം എന്ന് നമ്മൾ പറയുന്ന പോലെ അകന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കലഹം കൊണ്ട് നിൽക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ചിലപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ഇതിൻ്റെ പിന്നിലുണ്ടാവാം. അതുകൊണ്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കാര്യം ഉള്ളത് കൊണ്ട് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓൾമോസ്റ്റ് എൻഡ് ആയ പോലെ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഇനി ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയത്തിലൊക്കെ ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഇത് അവസാനിച്ചു അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഇതിനകത്തേക്ക് തിരിച്ചു വരാനായിട്ട് ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഡെത്ത് എനർജി ആൻഡ് ഫൂൾ എനർജി ഒന്ന് അവസാനമാണെന്നുണ്ടെങ്കിൽ ഒന്ന് വീണ്ടും ആരംഭമാണ്. അപ്പം അത്രത്തോളം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് മറ്റൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് ആരൊക്കെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചാലും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ന്യൂ ബിഗിനിങ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. മാത്രമല്ല നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ബാലൻസ് അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിസ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത് ഇപ്പോൾ ഈ അകന്ന് നിൽക്കുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ എൻ്റെ പായ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതൊട്ടും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലായിരിക്കണം എന്നില്ല ചിലപ്പോൾ ഈ ഒരു അകൽച്ച ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പേഴ്സണ് തോന്നിയിട്ടുണ്ടാകും ഒരുപക്ഷെ നിങ്ങൾക്ക് അവർ അർഹമായിട്ടുള്ളൊരു ജസ്റ്റിസ് തന്നിട്ടില്ല എന്നുള്ളതായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഒരു രീതിയിലേക്ക് തിരിച്ചു വരാനായിട്ട് അർഹിക്കുന്ന ആ ഒരു പരിഗണനയോടുകൂടി ഇത് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെയുള്ള എനർജീസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം വളരെ എവിഡൻ്റ് തന്നെ മനസ്സിലാക്കാം. കാരണം ഇതിനകത്ത് ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഒരുപാട് ഫോക്കസ് ചെയ്യാനായിട്ട് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടു ഓഫ് കപ്സ് എനർജിയാണ്.
അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% എന്ന് പറയാം. കാരണം ഇവരത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് അവസാനിച്ചു പോയൊരു സ്ഥലത്ത് നിന്ന് വീണ്ടും അത്രയും ഊർജ്ജസ്വലതയോടു കൂടി തുടങ്ങണം എന്നുള്ളൊരാഗ്രഹം. മാത്രമല്ല ഇവിടെ നമ്മൾ എടുത്തപ്പോൾ തന്നെ ആ ഒരു മിസ്സിംഗ് ഫീലിംഗ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് അവരെന്നുള്ളത് നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളത് നമുക്ക് വേറൊരു സംശയമില്ല. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റൊരു റെസ്പോൺസിബിലിറ്റി കൂടി ഉണ്ടാവാം. അപ്പോൾ ഒരേ സമയം ഈ പറയുന്ന 2 കാര്യങ്ങൾ അവരുടെ ലൈഫിൽ വന്നപ്പോഴായിരിക്കാം ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ സെപ്പറേറ്റ് ആയി പോയത്. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇതിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണെ ഏത് കാര്യമാണോ മാറ്റി നിർത്തിയത്, അല്ലെങ്കിൽ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളിൽ നിന്ന് മാറി നിന്നത്, ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ അതിനേക്കാൾ കൂടുതൽ ഒരു വാല്യൂ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. കാരണം എന്തോരം ചോയ്സസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഓവർകം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ എന്തുകൊണ്ടും എനിക്ക് മികച്ചത് ഇതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ള ഒരു ചിന്താഗതി ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ജസ്റ്റിസ് ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യം നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒട്ടും ഒരു ജസ്റ്റിസോ കാര്യങ്ങളോ തരാതെ മറ്റൊരു കാര്യത്തിലേക്ക് വളരെ സ്മൂത്തായിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. ഇപ്പം നമ്മൾ നേരത്തെ അവരുടെ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ അവരൊരു കാര്യത്തിൽ ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, ആ ഒരു കാര്യത്തിന് തകർച്ച സംഭവിച്ചു എന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ ഈ പറഞ്ഞ മറ്റൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ട് ഉണ്ടായ ഒരു കാര്യം എന്താണോ അതിനായിരിക്കാം. നമ്മൾ പറഞ്ഞ പോലെ ഒരേ സമയം അവർ 2 കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തതിൽ ആ ഒരു കാര്യത്തിനായിരിക്കാം ചിലപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ അതിനകത്തുള്ള ഈ ഒരു തകർച്ച തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വന്നിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഒരു കമ്പാരിസൺ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും എത്രയോ നല്ലതായിരുന്നു അത്, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്താണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് എന്നൊക്കെയുള്ള ഒരു ഗതിയും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ചില സമയത്ത് പറയില്ലേ, ഇതെനിക്ക് എൻ്റെ ഒരു കർമ്മയാണോ അല്ലെങ്കിൽ ഒരു ശാപമാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ച് പോകുന്ന ചില സ്റ്റേജസ് ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ഒരുപക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് ഹാർഡ്ഷിപ്സ് അവർക്ക് ചിലപ്പോൾ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അതായത് മറ്റേതെങ്കിലും ഭാഗത്തു നിന്നുള്ള ഒരു പ്രഷർ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ ഒരുപാട് പ്രഷർ അനുഭവിച്ചും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തുടർന്ന് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. തീരെ നിവർത്തിയില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴായിരിക്കാം ചിലപ്പോൾ വേറൊരു കാര്യത്തിലേക്ക് പോയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്താണ് കൂടുതൽ റെസ്പോൺസിബിൾ ആവേണ്ടത് എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരുപാട് ഹാർഡ്ഷിപ്സ് ഇപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ ഒരുപാടൊരു ആഹ്, സഫോക്കേഷനിലൂടെയൊക്കെ ഈ ഒരു പേഴ്സൺ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അവർക്കിപ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം. ആ ഒരു പേഴ്സണെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിലർക്കൊരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ടുള്ള പ്രഷർ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ഒരു പകപ്പ് വരുമ്പോഴത്തേക്കും മൊത്തത്തിലൊരു ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുക. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോവാന്ന് പറയും. അതായത് അവർക്ക് ആക്ഷൻ എടുക്കാനൊന്നും ധൈര്യമില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് സഡനായിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു മുഖം തരാതെ മാറിപ്പോകുന്ന ഒരവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവർക്ക് എല്ലാത്തിനെക്കുറിച്ചും ഒരു നല്ല രീതിയിലുള്ള ഒരു വ്യക്തത വന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. നമ്മൾ നേരത്തെ അവരുടെ സിറ്റുവേഷനിൽ കണ്ടതാണ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എനർജി, ഒരു ധാരണ ഇപ്പോൾ എല്ലാത്തിനെക്കുറിച്ചുണ്ടെന്നുള്ളത്. അതിൻ്റെ ഒരു സെയിം എനർജീസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇനിയും ഈ ഒരു പേഴ്സൺ വന്ന് എന്തെങ്കിലും എഫോർട്ടോ കാര്യങ്ങളോ എടുത്തു കഴിഞ്ഞാലും ആ ഒരു വ്യക്തിക്ക് അതിനകത്ത് യാതൊരു വിഷമവും ഇല്ല എന്നുള്ളത് നമുക്ക് കാണാം. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ മടിയായിട്ട് നിന്നിരുന്ന, അല്ലെങ്കിൽ വേണോ വേണ്ടയോ എന്ന് വിചാരിച്ച് ആലോചിച്ച് നിന്നൊരു കാര്യം ഇപ്പോൾ ചെയ്യാനായിട്ട് ആ ഒരു പേഴ്സണ് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിനവർ റെഡിയാണ് എന്നുള്ള ആ ഒരു എനർജിയാണ്. അവർക്ക് തീർച്ചയായിട്ടും പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. മാത്രമല്ല എവിടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളതെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും അവരൊട്ടും ഹാപ്പി അല്ല. അവിടെ എല്ലാം അവർക്ക് ആ ഒരു മിസ്സിംഗ് ഫീലിങ്ങും കാര്യങ്ങളെല്ലാം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇമോഷണലി ഈ വ്യക്തി ഒട്ടും ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് മറികടക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഊർജ്ജം വേണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയൊക്കെ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷനാണ് കാണാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ഈ പേഴ്സണ് നിങ്ങളോട് ഇപ്പോൾ തോന്നുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു കണക്ഷൻ ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ് ഉള്ള ഒരു കണക്ഷനാണ് എന്നൊക്കെ ഈ ഒരു പേഴ്സണ് തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
2 കാര്യങ്ങൾ ഒരേപോലെ ലൈഫിൽ വന്നപ്പോൾ ഒന്ന് ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വലിയൊരു കുറ്റബോധമോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടുണ്ടാവണമെന്നില്ല. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ചിലപ്പോൾ അവർ അതിനകത്ത് തന്നെ ഇൻവോൾവ് ആയിട്ട് അല്ലെങ്കിൽ അതിനകത്തുള്ള സന്തോഷം കണ്ടെത്തി നടന്നൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറി വന്നിട്ടുണ്ട്. കാരണം യൂണിവേഴ്സായിട്ട് തന്നെ ഇവിടെ ഈ ഒരു പേഴ്സണ് കുറേ മാറ്റങ്ങൾ കൊടുത്തു എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ കറന്റ്ലി ഈ ഒരു പേഴ്സൺ ഒരു ക്രോസ് റോഡിലാണ് എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. കാരണം ഇപ്പോൾ അവരെടുക്കുന്ന ഈ ഒരു ഡിസിഷൻ നിങ്ങളുടെ ലൈഫ് മാത്രമല്ല, ഈ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരും എന്നുള്ളത് തന്നെ അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു പേഴ്സൺ ഇപ്പോഴും ജഗിൾ ചെയ്യുന്നതെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെ ചൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ ഒരു എത്ര ചോയ്സസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു പ്രൈം ഇമ്പോർട്ടൻസ് തരണം എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള വ്യക്തിയാണ്. ഇപ്പോൾ നമ്മൾ ചില റീഡിങ്സ് ഒക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ വിട്ട് വരാനുള്ളൊരു മടി കാണാം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പല തരത്തിൽ നമുക്ക് റീഡിങ്സിനകത്ത് കാണാൻ കഴിയാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നെങ്കിലും കറൻ്റ്ലി നമ്മൾ നോക്കുമ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടക്കാനും നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് തരാനായിട്ടും മാനസികമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. കാരണം ഇപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളാണ്. ബാക്കിയെല്ലാം സെക്കൻഡറിയേ ഉള്ളൂ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. ഏരീസ്, ലെറ്റർ എ. കണ്ണൂർ, ലെറ്റർ സി. കോട്ടയം, വിർഗോ സോഡിയാക് സൈൻ. അശ്വതി, ലെറ്റർ ഒ. സെജിറ്റേറിയസ്, മകം നക്ഷത്രം. നമ്പർ 23, നമ്പർ 17, ഭരണി നക്ഷത്രം. ലെറ്റർ എഫ്, ലെറ്റർ പി, എറണാകുളം. നമ്പർ 14, 14, ആൻഡ് ലെറ്റർ എക്സ്. ഇതാണ് നമ്മളുടെ ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല വളരെ സ്ട്രോങ് ബോണ്ടിങ് ആൻഡ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ അവരായിട്ട് തന്നെ നിങ്ങളെ വിട്ടു പോയൊരു വ്യക്തി അവരായിട്ട് തന്നെ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തതുകൊണ്ട് നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കിയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്നുകൂടി പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.